ഹംസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 2 വയസ്സിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. എളാപ്പയാണെങ്കിൽ പോലും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന ജീവിതത്തിന്റെ തോഴന്മാരാണ് ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം ഒതുങ്ങിക്കൂടി മാറിക്കഴിയുക എന്നതാണ്. ആളും ബഹളവുമില്ലാതെ ആളും അനക്കവുമില്ലാത്ത സ്ഥലത്ത് നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി ഒതുങ്ങിക്കൂടി കഴിയുക, ഏകനായിട്ട് എപ്പോഴും ഇരിക്കുക, ഒരുപാട് അലങ്കോലങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന സ്വഭാവക്കാരനാണ് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചെറിയ പ്രായം മുതൽ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു വേട്ടയ്ക്ക് പോകുമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അവിടുത്തെ അധികാരികളുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയുടെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സമ്പന്ന വർഗത്തിന്റെ മനസ്സിൽ ഹംസ എന്ന് പറയുന്നത് ഒരു വില്ലാളി വീരനെ പോലെ തെളിഞ്ഞു നിന്നപ്പോ മുഹമ്മദ് എന്ന് പറയുന്നവർ പാവപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് ആളും ബഹളവും അനക്കവും ഇല്ലാതെ ഒറ്റപ്പെട്ടു മാറി എന്നുകൊണ്ട് കഴിയാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മക്കയുടെ മണത്തരികളെ പോലും വേദനിപ്പിക്കാതെ നടന്നുപോയ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പും ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് സ്നേഹമായിരുന്നു. പിന്നെ എപ്പോഴാണ് ആ സ്നേഹം മക്കയോട് വിളിച്ചു പറഞ്ഞത്? ആ സ്നേഹം മക്കയോട് വിളിച്ചു പറഞ്ഞിട്ട് ആവേശത്തോടെ അള്ളാഹുവിന്റെ ദീൻ വാരിപ്പിടുന്നത് എപ്പോഴാണ്?